മദ്യ ഉൽപാദന നയത്തിനെതിരെ കടുത്ത വിമർശനവുമായി സീറോ മലബാർ സഭ. പഴവർഗ്ഗങ്ങളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യവും വൈനും ഉൽപ്പാദിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതികരണവുമായി സീറോ മലബാർ സഭയും ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു. സർക്കാരിന്റെ ഈ തീരുമാനം കേരളത്തെ സമ്പൂർണ്ണ മദ്യലഹരിയിലേക്ക് തള്ളിവിടുന്നതാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലനി കുറ്റപ്പെടുത്തി. വീര്യം കുറഞ്ഞ മദ്യമെന്ന പേരിൽ പുരോഗമനപരമായ പുതിയ തീരുമാനമെന്ന വ്യാജേനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സഭ ആരോപിക്കുന്നു. കാർഷിക മേഖലയെ സഹായിക്കാനെന്ന പേരിൽ മദ്യ ഉൽപാദനം വ്യാപിപ്പിക്കുന്നത് കർഷകരോടുള്ള വെല്ലുവിളിയാണ്. കർഷകർക്ക് ആവശ്യമായ സബ്സിഡികളും താങ്ങുവിലയും ഉറപ്പാക്കുന്നതിന് പകരം മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ വിപത്തുകൾക്ക് കാരണമാകുമെന്നും കർഷകർക്ക് ആവശ്യമായ സബ്സിഡികളും താങ്ങുവിലയും ഉറപ്പാക്കുന്നതിന് പകരം മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ വിപത്തുകൾക്ക് കാരണമാകുമെന്നും മാർ ജോസഫ് മുന്നറിയിപ്പ് നൽകി. വിവിധ മദ്യവിരുദ്ധ സംഘടനകൾ ഇതിനോടകം തന്നെ സർക്കാരിനെതിരെ സമരരംഗത്തുള്ളപ്പോൾ സീറോ മലബാർ സഭയും ഇതിനെതിരെ മുന്നോട്ട് വന്നത് സർക്കാരിന് വരും ദിവസങ്ങളിൽ ഒരു പ്രതിസന്ധിക്ക് കാരണമായേക്കാം.